ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു നാഷണൽ അക്കാദമി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് NIA സീനിയർ സെക്കൻഡറി മാത്തമാറ്റിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ആണ്. റിലേഷൻ ബിറ്റ്വീൻ സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. അതായത് ഒരു ട്രയാങ്കിളിന്റെ സൈഡ്സും ആംഗിൾസും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നോക്കൂ, ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 3 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പാണ്. ഇതിന് നമുക്ക് അറിയാം 3 ആംഗിൾസ് ഉണ്ട്, വെർട്ടിസസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഫീച്ചേഴ്സും ഉണ്ട്. അതിന്റെ ടോട്ടൽ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ 180 ഡിഗ്രിയിലുള്ള ഈ ഒരു ട്രയാങ്കിൾ വിവിധ തരത്തിലുണ്ട് എന്ന് നമുക്കറിയാം. വിവിധ തരത്തിൽ അതിന്റെ ആംഗിൾസ് നമുക്ക് സെപ്പറേറ്റ് ആക്കി നമുക്ക് ചെയ്യാം എന്നറിയാം. നോർമലി നമുക്ക് 90 ഡിഗ്രി 45 എന്നുള്ള രീതിയിലും വരാം, 90 ഡിഗ്രി 60-30 എന്നുള്ള രൂപത്തിൽ വരാം. ഇത് ഈ പറഞ്ഞ രണ്ടും നമ്മുടെ റൈറ്റ് ആംഗിൾ ആണ്. ഇതല്ലാതെ 60-60-60 എന്ന് പറയുന്ന ഐസോസെലസ് ട്രയാങ്കിൾ വരാം. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ട്രയാങ്കിൾസ് നമുക്കുണ്ട്. ഈ ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രിഗ്നോമെട്രിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. നോക്കൂ, ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് 3 സൈഡ്സ് ഉള്ള ഒരു ഷേപ്പാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നോക്കാം, നമ്മുടെ ട്രയാങ്കിൾസുമായി ബന്ധപ്പെട്ട് നോർമലി നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ വരക്കാം, ഇങ്ങനെ ട്രയാങ്കിൾ വരക്കാം. ഇങ്ങനെ വ്യത്യസ്ത തരത്തിൽ നമുക്ക് ട്രയാങ്കിൾ വരക്കാം. അപ്പൊ പലപ്പോഴും 90 ഡിഗ്രിയിലുള്ള ഒരു ട്രയാങ്കിൾ വരാറുണ്ട്. ആ 90 ഡിഗ്രിയിൽ വരുമ്പോൾ ഇതിനെ നമ്മൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്നാണ് വിളിക്കാറുള്ളത്. ഓക്കെ, 90 ഡിഗ്രി ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ 45 ഡിഗ്രി, ഇതും 45 ഡിഗ്രി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇതിനെ 90 ഡിഗ്രി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്കിത് പറയാറുണ്ട്. ഓക്കെ, ഇത് 90 ഡിഗ്രിയാണ്, ഇത് 45 ആണ്. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പറയാം. ഇതിനെ വേണമെങ്കിൽ നമുക്ക് 60 അതുപോലെ 60 എന്ന് പറയാം, 60 ഡിഗ്രി. ടോട്ടൽ ഏത് ട്രയാങ്കിൾ ആണെങ്കിലും അതിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത് ടോട്ടൽ 180 ഡിഗ്രി ആയിരിക്കണം. അത് മസ്റ്റാണ്. അത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നോക്കൂ, 90 45 എന്ന് പറയുമ്പോൾ 180 വരുന്നു. അതുപോലെ 60 എന്ന് പറയുമ്പോൾ 180 വരുന്നു. ഇങ്ങനെ ഏത് രൂപത്തിലും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 45 30 60 എന്ന രൂപത്തിലോ ഏത് രൂപത്തിലോ നമുക്ക് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? നമ്മുടെ 180 ഡിഗ്രിയാണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ളത് ഏതാണ്? നമ്മുടെ ഒരു ട്രയാങ്കിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കാം. അതിൻ്റെ ABC നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് സൈഡ് A, അതുപോലെ ഇത് സൈഡ് B, ഇത് സൈഡ് C എന്ന് സൂചിപ്പിക്കാം. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഇതിനെ സൂചിപ്പിക്കാം. ഇനി ഇങ്ങനെ സൂചിപ്പിക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സൈനും കോസും ടാനും നമുക്കറിയുമോ എന്നാണ്. നമുക്കറിയാം, സാധാരണ സൈൻ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളതാണ്. ഓക്കെ, ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത്. അതുപോലെ കോസ് എന്ന് പറയുന്നത് എന്താണ്? കോസ് എന്ന് പറയുന്നത് നമുക്കറിയാം അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്നുള്ളത്. അങ്ങനെയെങ്കിൽ ടാൻ എന്തായിരിക്കും? ടാൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ഇങ്ങനെയാണ് നമ്മൾ സൈൻ കോസ് ടാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായ 3 കാര്യങ്ങളാണ്. അതാണ് നമുക്ക് ഇനി പറയാൻ പോകുന്നത്. നോക്കൂ, ഇത് 3 ട്രയാങ്കിൾസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ABC 3 വ്യത്യസ്തമായ ട്രയാങ്കിൾസ്. അതിന്റെ സൈഡ്സും തന്നിട്ടുണ്ട്. B എന്ന് പറയുന്ന ഈ വെർട്ടിസസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് B ആണ്, എയുടെ ടോട്ടൽ A ആണ്, C ഇത് നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ സൈഡ്സ് ആണ്. ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട ചില ഫോർമുലകളാണ് നമുക്ക് ഇത് പറയാനുള്ളത്. ആദ്യമായിട്ട് പറയാനുള്ളത് സൈൻ ഫോർമുല എന്ന് പറയുന്ന ഫോർമുലയാണ്.
ലോസ് ഓഫ് സൈൻസ് അല്ലെങ്കിൽ സൈൻ ലോ അല്ലെങ്കിൽ സൈൻ ഫോർമുല എന്നൊക്കെ പറയാവുന്ന. നോക്കൂ, എ ബി സി എന്ന് പറയുന്ന 3 ആംഗിളുകളുണ്ട്. ഇവിടെ ഈ വെർട്ടിസസിന് ഓപ്പോസിറ്റ് ആയിട്ട് ബി, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എ സി. ഇത് ഇങ്ങനെ 3 സൈഡ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ ഈ ചുവപ്പിൽ അടയാളപ്പെടുത്തിയതൊക്കെ ഇതിന്റെ സൈഡ്സ് ആണ്. നോക്കൂ, എ എന്ന് പറയുന്ന സൈഡാണ് ഇത്. എ എന്ന് പറയുന്ന സൈഡ്, അതിനെ നമ്മൾ സൈൻ എ കൊണ്ട് ഡിവൈഡ് ചെയ്താലും, അതായത് ഈ പറയുന്ന സൈൻ എ, ഈ പറയുന്ന ആംഗിളിന്റെ സൈൻ എ എന്ന് പറയുന്ന അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും, അതല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ഈ സൈഡിനെ സൈൻ ബി കൊണ്ട് ഡിവൈഡ് ചെയ്താലും, സി എന്ന് പറയുന്ന ഈ സൈഡിനെ നമ്മുടെ സൈൻ സി കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് എ ബൈ സൈൻ എ ഇസിക്കൽ ടു ബി ബൈ സൈൻ ബി ഇസിക്കൽ ടു സി ബൈ സൈൻ സി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ബി സി എന്ന് പറയുന്നത് ഇവിടുത്തെ സൈഡ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെയാണ്, ഈ ഒരു ഫോർമുലയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൈൻ ഫോർമുല അല്ലെങ്കിൽ ലോസ് ഓഫ് സൈൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് എന്തിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം? നോക്കൂ, ഒരു സൈഡ് തന്നുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വശത്തിന്റെ സൈഡ് തന്നുകൊണ്ട് മറ്റുള്ളവ കാണാനും വേണ്ടി അല്ലെങ്കിൽ അതിന്റെ ആംഗിൾ കാണാൻ, സൈൻ കാണാനും വേണ്ടി നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ സൈൻ തന്നിട്ട് അതുവരുടെ ആ സൈഡിന്റെ ലെങ്ത് എത്രയാണ് എന്ന് കാണാനും വേണ്ടിയിട്ടും നമുക്ക് ഈ പറയുന്ന സൈൻ ഫോർമുല ഉപയോഗിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് സൈൻ ഫോർമുല മാത്രമല്ല ഉള്ളത്, നമുക്ക് കൊസൈൻ ഫോർമുലയും ഉണ്ട്. അല്ലെങ്കിൽ കൊസൈൻ ലോയും കൂടിയുണ്ട്. എന്താണ് ഈ കൊസൈൻ ലോ? സൈൻ ലോയിൽ നിന്നും കൊസൈൻ ലോയിലേക്കുള്ള വ്യത്യാസം എന്താണ്? എന്താണ് ഈ കൊസൈൻ ലോ? സൈൻ ലോയിൽ നിന്നും കൊസൈനിലേക്കുള്ള വ്യത്യാസം എന്താണ്? ഈ വ്യത്യാസങ്ങളും കൊസൈൻ ലോയുടെയും സൈൻ ലോയുടെയും ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ നമുക്കറിയാൻ താല്പര്യമുണ്ടാവുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽഡ് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ നാഷണൽ അക്കാദമി ആപ്പിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ്സുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഉടൻ തന്നെ ജോയിൻ ചെയ്യുക നാഷണൽ അക്കാദമിയിൽ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.